കാലാവസ്ഥാ മാറ്റത്തിന് പിന്നാലെ സൗദി അതിശൈത്യത്തിലേക്ക് നീങ്ങുന്നു. ചില പ്രദേശങ്ങളിൽ താപനില -2 ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്നേക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. തബൂക്ക്, അൽജൌഫ്, വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ, ഹായിൽ, അൽ ഗസീം, മദീന മേഖലയിൽ താപനില താഴും. റിയാദും തണുപ്പിന് കാഠിന്യമേറിയിരിക്കുകയാണ്. കിഴക്കൻ പ്രവിശ്യകളിലും സമാനമാണ് സ്ഥിതിയെന്നറിയുന്നു. വിവരങ്ങളുമായി റിയാദിൽ നിന്ന് മിഷാൽ ചെർപ്പുളശ്ശേരി ചേരുന്നുണ്ട്. മിഷാല, അതിശൈത്യത്തിലേക്ക് എത്തുന്നു ഗൾഫ് രാജ്യങ്ങൾ എന്നുള്ളതാണ്. അതും സൗദിയിലെ എന്തൊക്കെയാണ് റിയാദിലെയും ജിദ്ദയിലെയും ഉൾപ്പെടെയുള്ള അവസ്ഥകൾ? ധന്യ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തിയ മഴയ്ക്ക് പിന്നാലെ അതിശൈത്യം സൗദിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇന്നു മുതൽ ശക്തമായ തണുപ്പാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നത്. സൗദിയിലെ ഹായിൽ പ്രവിശ്യ, തബൂക്ക് പ്രവിശ്യയുടെ വിവിധ ഭാഗങ്ങൾ, അതോടൊപ്പം വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ, ഇവിടങ്ങളിലെല്ലാം കനത്ത മഞ്ഞുവീഴ്ച അനുഭവപ്പെട്ടിട്ടുണ്ട്. ഖസീം, ഹായിൽ എന്നിവയുടെ അതിർത്തി പ്രദേശങ്ങളായ മരുഭൂ പ്രദേശങ്ങളിലും ഇന്നലെ രാത്രി മുതൽ മഞ്ഞ് പെയ്യുന്നുണ്ട്. ഇന്ന് രാത്രിയിലും നാളെ പുലർച്ചെയും സമാനമായിരിക്കും സ്ഥിതിയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് റിയാദിലാണ്. ഇവിടെ ഇന്ന് പകൽ ഏകദേശം മുഴുവനായും മഴയും അതോടൊപ്പം മൂടിക്കെട്ടിയ അന്തരീക്ഷവുമായിരുന്നു. ഇതിന് പിന്നാലെ അതിശക്തമായ തണുപ്പും നഗരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതോടുകൂടി ആരോഗ്യ മന്ത്രാലയവും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പെട്ടെന്നുള്ള ഈ ഒരു കാലാവസ്ഥാ മാറ്റത്തിന്റെ ഭാഗമായി വിവിധ ആരോഗ്യ പ്രയാസങ്ങൾ നേരിടുമെന്നാണ് മുന്നറിയിപ്പിലുള്ളത്. അതിനാൽ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് അറിയിപ്പ്. രാജ്യത്തുടനീളം ഏതാണ്ട് 3 മാസത്തോളം ഇനി തണുപ്പ് കാലം തുടരും. ഫെബ്രുവരി പകുതിയോടെ ആയിരിക്കും തണുപ്പിന് കുറവ് വരിക. അതുവരെ കഠിനമായ തണുപ്പായിരിക്കും തുടരുക. കഴിഞ്ഞ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ തണുപ്പ് അല്പം നേരത്തെയാണ് എത്തിയത് എന്നതും പ്രത്യേകതയാണ്. തണുപ്പിന്റെ കാഠിന്യവുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ മന്ത്രാലയം വരും ദിവസങ്ങളിൽ തുടരും. കനത്ത മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ ആഴ്ചയിൽ പല ദിവസങ്ങളിലായി റിയാദിലും അതോടൊപ്പം കിഴക്കൻ പ്രവിശ്യ മേഖലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും കാലാവസ്ഥ നിലവിൽ കൂടുതൽ തണുപ്പിലേക്ക് നീങ്ങുകയാണ്. തണുപ്പിനെ നേരിടാൻ മലയാളികളായ പ്രവാസികളടക്കം നിലവിൽ തയ്യാറെടുക്കുന്ന സാഹചര്യമാണുള്ളത്. ഇന്ന് മുതൽ സൗദിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശൈത്യകാല അവധിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സ്കൂളുകളും സമാനമായ രീതിയിൽ തന്നെ ഏതാണ്ട് 10 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ഇനി തുറക്കുക. ഇതിനാൽ തന്നെ കൊടും തണുപ്പിന്റെ സാഹചര്യം നേരിടാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കും. അതേസമയം രാജ്യത്ത് വിനോദസഞ്ചാര മേഖല കൂടി സജീവമാകുന്ന സമയം കൂടിയാണിത്. ഈ സമയം യാത്ര ചെയ്യുന്നവർ സൗദി അതിശൈത്യത്തിലേക്ക് കടക്കുകയാണ്. പല നിയന്ത്രണങ്ങളും മുന്നറിയിപ്പുകളും ഒക്കെ ഉണ്ട്. മിഷാൽ ചെർപ്പുളശ്ശേരിയാണ് വിശദാംശങ്ങൾ നൽകിയത്.